വിദേശമത വർഗീയതയുടെ താവളമായ കേരളം ഭാരതത്തിനും ലോകത്തിനും നാണക്കേട് തന്നെ. 65 കൊല്ലം കട്ടുമുടിച്ച് ഭരിച്ച് ഇന്ത്യ രാജ്യത്തെ ദരിദ്ര രാഷ്ട്രമായി നിലനിർത്തിയ ഇന്ത്യ ഹിന്ദുവിരുദ്ധ രാഷ്ട്രീയക്കാരും മാധ്യമങ്ങളും ഇപ്പോൾ ജോസഫ് വിജയ്ക്ക് പിന്നാലെയാണ്. വിജയുടെ പ്രഭാതം, വിജയുടെ നട്ടുച്ച, വിജയുടെ സായാഹ്നം, വിജയുടെ രാത്രി എന്നുവേണ്ട വിജയുടെ ഊണും ഉറക്കവും തീറ്റയും കുടിയും കിടപ്പും നടപ്പും ഒക്കെയാണ് ഇപ്പോൾ പ്രബുദ്ധ സാക്ഷര മലയാളികളായ ഒരു വിഭാഗം മരമണ്ടന്മാരുടെ രാഷ്ട്രീയ ചർച്ച. കേരളത്തിനൊപ്പം തിരഞ്ഞെടുപ്പും ഫലപ്രഖ്യാപനവും നടന്ന തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലും മന്ത്രിസഭ രൂപീകരിച്ച് ഭരണം തുടങ്ങിക്കഴിഞ്ഞു. ഇസ്ലാമിക ക്രൈസ്തവ വർഗീയ വോട്ടുകൾ ഒറ്റക്കെട്ടായി വാങ്ങി 100ലേറെ സീറ്റുകൾ കരസ്ഥമാക്കിയ UDFന് 2 ആഴ്ചയായിട്ടും മന്ത്രിസഭ രൂപീകരിക്കാനാവാത്തതിൽ സ്വയം പ്രബുദ്ധരാണെന്ന് മരമണ്ടന്മാർക്ക് യാതൊരു സങ്കോചവുമില്ല. ഇസ്ലാമിക ഭീകരവാദികളുടെ വക്താവായ സതീശനാണോ, ക്രൈസ്തവ തീവ്രവാദ ബിഷപ്പുമാരുടെ വക്താവായ വേണുവാണോ, സുഖുവിൻ്റെ ഓമനപുത്രനായ രമേശാണോ മുഖ്യമന്ത്രിയാകുന്നതെന്ന കാര്യത്തിൽ മലയാളിക്ക് ലവലേശം ഉത്കണ്ഠയില്ല. കാരണം കേരളം വിദ്യാഭ്യാസപരമായോ ആരോഗ്യപരമായോ കാർഷികപരമായോ വ്യാവസായികപരമായോ വിനോദസഞ്ചാരപരമായോ രക്ഷപ്പെടണമെന്ന് ആഗ്രഹമില്ലാത്ത പ്രബുദ്ധ വോട്ടർമാരാണല്ലോ ന്യൂനപക്ഷ വർഗീയ ഭീകരരുടെ പ്രസ്ഥാനങ്ങൾക്ക് പിന്തുണ നൽകിയത്. മോദി മുതൽ സുവോന്തു വരെയുള്ള കേന്ദ്ര സംസ്ഥാന BJP സർക്കാരുകൾ വിപ്ലവകരമായ സാമൂഹിക പുരോഗമന പദ്ധതികളുമായി രാജ്യത്തിൻ്റെ പുരോഗതിക്കായി രാപ്പകൽ പ്രവർത്തിക്കുന്നത് ദുഷ്ടമനസ്സിനുടമകളായ ഒരു പറ്റം മലയാളികൾ കണ്ടില്ലെന്ന് നടിക്കുകയാണ്. ഇവരാണ് തമിഴ്നാട് മുഖ്യൻ്റെ അംഗലാവണ്യങ്ങൾ വർണ്ണിച്ച് സായുജ്യമണയുന്നത്. സിനിമാ അഭിനയത്തിലൂടെ താൻ അധ്വാനിച്ചു കൂട്ടിയ സഹസ്ര കോടികളിൽ നിന്ന് ഒരു നയാ പൈസ പോലും സ്വകാര്യ ബ്ലാക്ക് കാറ്റ് സെക്യൂരിറ്റിയിൽ നടന്നിരുന്ന ജോസഫ് വിജയ് പാവപ്പെട്ടവന് നൽകുന്ന പതിവുണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള വിജയ് ഇന്ന് പാവങ്ങളുടെ തോഴനാണ് എന്ന് പറയാൻ ഉളുപ്പില്ലാത്ത മപ്രാസുകളെ കാണുമ്പോൾ നമുക്ക് ഓക്കാനമുണ്ടാകുന്നു. മപ്രാസുകളുടെ പ്രചാരണത്തിൽ പതിവ് പോലെ ഹിന്ദു മൊത്തക്കച്ചവടക്കാരുടെ സാമൂഹ്യ മാധ്യമ പടയാളികളും പെട്ടുപോയി എന്നതാണ് ഏറെ ദുഃഖകരം. എന്നാൽ വിയർപ്പൊഴുക്കി നേടുന്ന കീശയിലെ കാശെടുത്ത് പാവങ്ങളെ സഹായിക്കുന്ന സുരേഷ് ഗോപി ഹിന്ദുമത വിശ്വാസി ആയതുകൊണ്ട് പ്രബുദ്ധ മതേതര ഹിന്ദുവിനും മാപ്രകൾക്കും ചതുർത്ഥിയാണ്. BJP സർക്കാരുകളുടെ ജനശ്രദ്ധ ആകർഷിച്ച പദ്ധതികൾ കേരളത്തിൽ നിന്നും മറച്ചുപിടിക്കുന്ന മാധ്യമങ്ങൾ രാജ്യദ്രോഹികളായ പപ്പുവിൻ്റെയും കേജ്രിവാളിൻ്റെയും സ്റ്റാലിൻ്റെയും പിണറായിയുടെയും പിന്നാലെ നടന്ന് അവരെ ലോകോത്തരമാക്കിയേ അടങ്ങുകയുള്ളൂ എന്ന വാശിയിലാണ്. ആങ്ങള ചത്താലും വേണ്ടില്ല നാത്തൂൻ്റെ കണ്ണീര് കണ്ടാൽ മതി എന്ന മനസ്സിൻ്റെ ഉടമകളാണ് ഏകപക്ഷീയ മതേതര അടിമകളായ മലയാളികൾ. എൻ്റെ നാട് ഇസ്ലാമിക ഭീകരന്മാരാൽ പണ്ടാറമടങ്ങിയാലും വേണ്ടില്ല, ഭാരതീയരുടെ സ്വത്വരൂപമായ സനാതനധർമ്മ സംസ്കാരത്തെ ഉൾക്കൊള്ളുന്നവരെ കേരള മണ്ണിൽ നിലം തൊടാൻ അനുവദിക്കരുതെന്ന ഇന്ത്യ വിഘടനവാദികളായ കട്ടിംഗ് സൗത്ത് സംഘാടകരോടൊപ്പം നിൽക്കാനാണ് 2026 ഏപ്രിൽ 4 ഭൂരിപക്ഷം മലയാളികളും തീരുമാനിച്ചത്. എന്നാൽ മലബാറിലെ ഹിന്ദുക്കളെ വെട്ടിനുറുക്കി ആർത്തട്ടഹസിച്ച് തിരുവിതാംകൂറിലേക്ക് കടക്കാൻ ശ്രമിച്ച ടിപ്പുവിൻ്റെ കുതികാല് നോക്കി വെട്ടി തൂങ്ങിക്കിടക്കുന്ന കാലുമായി മൈസൂരിലേക്ക് തിരിച്ചോടിച്ച വൈക്കം പത്മനാഭപിള്ള സേനാധിപനായിരുന്ന തിരുവിതാംകൂറിലെ വോട്ടർമാർ ജിഹാദി തീരുമാനം നടപ്പാക്കിക്കൊണ്ട് സ്വയം ശവക്കുഴി തോണ്ടാൻ തയ്യാറല്ലെന്ന് രാജ്യദ്രോഹികളെ ബോധ്യപ്പെടുത്തി. കാലഹരണപ്പെട്ട പരമ്പരാഗത രാഷ്ട്രീയത്തിന് അടിമപ്പെട്ട് കിടക്കുന്നവർ അടിമച്ചങ്ങല പൊട്ടിച്ച് പുറത്തു വരണം. പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന തവളകളെ പോലെ പുറംലോകം കാണാതെ രാഷ്ട്രീയ തടവറയിൽ കിടക്കുന്നവർ പുറത്തു കടന്നാൽ മാത്രമേ ഇന്ത്യ മഹാരാജ്യം പുരോഗമിക്കുന്നതിനോടൊപ്പം എൻ്റെ മലയാള നാടും പുരോഗമിക്കണമെന്ന ചിന്ത സാക്ഷര കേരളത്തിൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയുള്ളൂ.